പിക്ക് പറയാനുള്ള അവസരമാണ്. താൻ എന്ത് ചെയ്തുവെന്ന് തോമസ് ചാഴികാടൻ തന്നെ പറയും. ഒപ്പം UDF ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിലിന് പറയാനുള്ളത് കൂടി കേൾക്കാം. കഴിഞ്ഞ 5 വർഷത്തിനിടെ നിരവധി കാര്യങ്ങൾ നേടിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതെന്ന് ചോദിച്ചാൽ റെയിൽവേയുടെ വികസന മേഖലയിലുണ്ടായ ഏറ്റവും വലിയ നേട്ടമാണ്. കഴിഞ്ഞ ഏതാണ്ട് 1/4 നൂറ്റാണ്ടായി തടസ്സപ്പെട്ട് കിടന്നിരുന്നതാണ് ഇരട്ടപ്പാത നിർമ്മാണം. അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യമുണ്ട്. കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ ആധുനികവൽക്കരിക്കുവാൻ കഴിഞ്ഞു എന്നത് അഭിമാനമുണ്ട്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ 2ാം കവാടം നിർമ്മാണം ആരംഭിച്ചത് എൻ്റെ നിർദ്ദേശപ്രകാരമാണ്. അത് ഏതാണ്ട് അതിൻ്റെ അന്തിമ ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. കോട്ടയം റെയിൽവേ സ്റ്റേഷന് ആകെ വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു. ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുന്ന തരത്തിലേക്ക് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ മാറിയിട്ടുണ്ട്. ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പുതിയ വികസന പരിപാടികൾ ഏതാണ്ട് 4.5 കോടി രൂപ മുടക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലെ നിരവധി മേൽപ്പാലങ്ങളുടെ നിർമ്മാണം ചിലത് നടന്നുകൊണ്ടിരിക്കുന്നു. കാരിത്താസ് മേൽപ്പാലം, അതുപോലെ തന്നെ മുളന്തുരുത്തി റെയിൽവേ മേൽപ്പാലം, ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കൂടി ഏതാണ്ട് 925 കോടി രൂപയുടെ വികസനം റെയിൽവേയുടെ കാര്യത്തിൽ മാത്രമായി നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കോട്ടയം പാസ്പോർട്ട് സേവാ കേന്ദ്രം കോട്ടയത്തു നിന്ന് അത് നഷ്ടപ്പെടുമോ എന്ന് സംശയമുണ്ടായ ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. അത് നിരവധി തവണ ഞാൻ പാർലമെൻറ്റിൽ ഉന്നയിച്ച് ബഹുമാനപ്പെട്ട വിദേശകാര്യ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് കേന്ദ്ര ചീഫ് പാസ്പോർട്ട് ഓഫീസറെ ബന്ധപ്പെട്ട് നേരിൽ കണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അത് ഇപ്പോൾ കോട്ടയത്ത് പുതിയ ഒരു കെട്ടിടത്തിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ മെച്ചപ്പെട്ട സൗകര്യങ്ങളോടുകൂടി ഇന്ന് കോട്ടയം പാസ്പോർട്ട് സേവാ കേന്ദ്രം മുമ്പോട്ട് വരികയാണ്. MP പറഞ്ഞ നേട്ടം അദ്ദേഹം പറഞ്ഞത് റെയിൽവേ ഒരുപാട് വികസിപ്പിച്ചെന്നാണ് പറഞ്ഞത്. റെയിൽവേ വികസനം മാത്രമേ അദ്ദേഹം പറയും. റെയിൽവേ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ നല്ല നിലയിൽ വികസനം ഉണ്ടായിരുന്നു. എല്ലാ റെയിൽവേ സ്റ്റേഷനും ഉണ്ടാകുന്ന വികസനമൊക്കെ കോട്ടയത്തും സംഭവിച്ചത് വലിയ എടുത്തു പറയത്തക്ക അത്ഭുതകരമായ ഒരു വികസനം അവിടെ കാണാനില്ല. അദ്ദേഹത്തിന്റെ വികസനത്തെക്കുറിച്ച് നമ്മൾ റോഡുകളൊക്കെ കാണുന്നത് ഫ്ലെക്സുകൾ വെക്കുന്നു. 100% തുക ചെലവഴിച്ച MP ഞാനാണ് ഏറ്റവും നല്ല MP എന്ന് അദ്ദേഹം ഫ്ലെക്സ് വെച്ചിരുന്നത്. ഇവിടെ കേന്ദ്ര ആവിഷ്കൃത ഏതെങ്കിലും പദ്ധതി, പ്രധാനപ്പെട്ട ഒരു പദ്ധതിയെങ്കിലും ഈ കോട്ടയത്തിന് വേണ്ടി നേടിയെടുക്കാൻ ശ്രീ തോമസ് ചാഴികാടൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ മറ്റൊരു വികസനം പാസ്പോർട്ട് സേവാ കേന്ദ്രം. ആ പാസ്പോർട്ട് സേവാ കേന്ദ്രം നമുക്കറിയാം കോട്ടയത്ത് നിന്ന് മാറ്റിയതിനു വേണ്ടിയാണ്. ഒരു നാടകം കളിച്ച് നിലവിൽ ആ കെട്ടിടത്തിന് യാതൊരു ബലക്ഷയവും ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് കെട്ടിട ഉടമസ്ഥനോട് എന്തെങ്കിലും ഉണ്ട്. അപ്പൊ ആ ബലക്ഷയമില്ലാത്ത കെട്ടിടത്തിന് ബലക്ഷയമുണ്ട് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് പെട്ടെന്നൊരു ദിവസം പാസ്പോർട്ട് സേവാ കേന്ദ്രം നിർത്തിവെച്ചു. 1 വർഷക്കാലം നമ്മുടെ കോട്ടയത്തെ ആളുകളെ മുഴുവൻ ബുദ്ധിമുട്ടിച്ചു. അവിടെ ആലപ്പുഴയ്ക്കും അവിടെ എറണാകുളത്തിനും വിട്ട് പാസ്പോർട്ട് എടുക്കേണ്ട ഗതികൾ ഉണ്ടാക്കി. സത്യത്തിൽ ആ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിന് നാടകം കളിക്കാതെ അവിടെ സൗകര്യക്കുറവുണ്ട്, പുതിയ സ്ഥലത്ത് നല്ല സൗകര്യമാണ്, പാർക്കിംഗ് സൗകര്യം ഉണ്ട്, അതുകൊണ്ട് മാറ്റുകയാണെന്നൊരു തീരുമാനമെടുത്തിരുന്നെങ്കിൽ 1 വർഷം പാസ്പോർട്ട് എടുക്കുന്നതിന് വേണ്ടി ആളുകൾക്ക് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞില്ല, അതിനകത്തൊരു വ്യക്തമായി പറഞ്ഞാൽ ഒരു മാസപ്പടി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കാൻ കാരണം നിലവിലുണ്ടായിരുന്ന പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന് വെറും 5 ലക്ഷം രൂപ മാത്രമാണ് മാസത്തിലെ അതിൻ്റെ വാടകയെങ്കിൽ ഇപ്പോഴത്തെ കെട്ടിടത്തിന് 8 ലക്ഷം രൂപയാണ് വാടക. അപ്പോൾ അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. മറ്റ് വികസന മേഖലകളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന ഒരു കാര്യം ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ്. ഭിന്നശേഷി സൗഹൃദ മണ്ഡലമായി കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തെ മാറ്റാൻ കഴിഞ്ഞു. 1500-ലധികം ഭിന്നശേഷിക്കാർക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ലഭ്യമാക്കാൻ കഴിഞ്ഞു. കേന്ദ്രമന്ത്രി തന്നെ വന്ന് ആ ഉപകരണങ്ങൾ കോട്ടയത്ത് വിതരണം ചെയ്യുകയുണ്ടായി. കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഏതാണ്ട് 4097 കോടി രൂപയുടെ പദ്ധതികൾ, വിവിധങ്ങളായ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. അതിലൊരു കാര്യം ഞാൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന എന്ന് പറയുന്ന പദ്ധതി, അത് കേരളത്തിന് മൊത്തം അനുവദിച്ചത് 1425 കിലോമീറ്ററാണ്. കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ 92 കിലോമീറ്റർ റോഡുകൾ PMGSY പദ്ധതിയിൽ കിട്ടി. അതിന് 75 കോടി രൂപയുടെ നിക്ഷേപമുണ്ടായിട്ടുണ്ട്. ഏതാനും റോഡുകളുടെ നിർമ്മാണം പൂർത്തിയായി.
ബാക്കി റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നു. എംപിയുടെ മണ്ഡലത്തിലെ പെർഫോമൻസിൽ അദ്ദേഹം പലപ്പോഴും ആളുകളുടെ ഇടയിൽ കാണാറില്ല. പലപ്പോഴും ഒക്കെ ഇങ്ങനെ പരിചരണക്കും കല്യാണമൊക്കെ കൂടാൻ വേണ്ടി അദ്ദേഹത്തെ കാണാറുണ്ട്. പക്ഷേ വികസന രംഗത്ത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പദ്ധതികളോ നമ്മൾ കണ്ടിട്ടില്ല. പാർലമെന്റിൽ അദ്ദേഹം കൃഷിക്കാർക്ക് വേണ്ടി സംസാരിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ കൃഷിക്കാർക്ക് അതിൻ്റെ ഒരു ഗുണവും ലഭിച്ചിട്ടില്ല. അപ്പം നമ്മളുണ്ട് പാലായില് നവകേരള സദസ്സിൽ അദ്ദേഹം പറഞ്ഞു റബ്ബറിന് വില കൂട്ടണമെന്ന് പറഞ്ഞു. റബ്ബറിന് വില കൂട്ടണമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ആക്ഷേപിച്ചു. അതിനാണ് എനിക്ക് ആശ്ചര്യം തോന്നുന്നത്. 10 രൂപ ചാഴികാടൻ പറഞ്ഞത് വർദ്ധിപ്പിച്ചെന്ന് ഫ്ലെക്സ് വെച്ചേക്കാതെ പാർലമെന്റിൽ ചോദ്യങ്ങളായും സബ്മിഷനുകളായും റൂൾ 377 അനുസരിച്ചുള്ള പ്രത്യേക സബ്മിഷനുകളായും റൂൾ 193 അനുസരിച്ചുള്ള പ്രത്യേക ചർച്ചകളിലുമൊക്കെ ആയിട്ട് ഏതാണ്ട് 253 തവണ കേരളത്തിൻ്റെയും ദേശീയ തലത്തിലുമുള്ള വിവിധ പ്രശ്നങ്ങളെ അവതരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 4 പ്രാവശ്യം പാർലമെൻറ്റിൽ റബ്ബറിൻ്റെ വിലയിടിവിനെ സംബന്ധിച്ച്, അതുപോലെ തന്നെ റബ്ബറിനെ ഒരു കാർഷിക വിളയായി പ്രഖ്യാപിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഞാൻ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയുണ്ടായി. മണിപ്പൂർ വിഷയം ദേശീയ തലത്തിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. പാർലമെൻറ്റിൻ്റെ ചർച്ചയിൽ പങ്കെടുത്ത് വളരെ വിശദമായി മണിപ്പൂരിലെ പ്രശ്നങ്ങളെക്കുറിച്ച്, അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അവതരിപ്പിക്കാൻ കഴിഞ്ഞു. പരിസ്ഥിതി ലോല മേഖലയുമായി ബന്ധപ്പെട്ട, അതോടൊപ്പം തന്നെ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ്, വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം കർഷകർ നേരിടുന്ന പ്രതിസന്ധിയെ സംബന്ധിച്ച് പാർലമെൻറ്റിൽ പല പ്രാവശ്യം ഞാൻ ഉന്നയിച്ചു. കർഷകർക്ക് മിനിമം പെൻഷൻ ഒരു 10,000 രൂപയെങ്കിലും അനുവദിക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചത് പാർലമെൻറ്റിൽ ഞാനാണ്. അത്തരത്തിൽ വിവിധങ്ങളായ പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. അതിൻ്റെ ഓരോന്നായിട്ട് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന വിഷയങ്ങളുമൊക്കെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. പാർലമെന്റിൽ അദ്ദേഹം ഉന്നയിച്ചെങ്കിൽ റബ്ബറിന് വില കൂട്ടാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം എന്താ നേടിയെടുത്തത്? അദ്ദേഹം MP ഫണ്ട് ചെലവഴിച്ചു. അത് UDFന്റെ പ്രവർത്തകരെ ഞങ്ങളൊക്കെ ചോര നീരാക്കി ഇവിടെ CPM-കാരുടെ കൊടിയ മർദ്ദനമേറ്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോമസ് ചാഴികാടനെ വിജയിപ്പിച്ചു. UDFന്റെ MP ആണ് അദ്ദേഹം. ഞങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമായി അദ്ദേഹത്തിന് ലഭിച്ച MP സ്ഥാനമാണ്. ആ ഫണ്ട് ഉപയോഗിച്ച് ചാഴികാടന്റെ മേന്മയല്ല, അത് ഞങ്ങളുടെ UDFന്റെ ന്യൂസിനാണ്. അത് ചാഴികാടൻ അവകാശപ്പെടാൻ യാതൊരു അർഹതയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പറയുന്നു, ശ്രീ തോമസ് ചാഴികാടൻ കഴിഞ്ഞ തവണ വിജയിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ അദ്ദേഹത്തെ പരാജയപ്പെടുത്തുന്നു. കോട്ടയത്തെ ജനങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുക ആവശ്യമുണ്ട്. ഞാൻ പാർലമെൻറ്റിൽ പ്രത്യേകമായി ആവശ്യപ്പെട്ടിരുന്നതും ആഗ്രഹിച്ചിരുന്നതുമാണ് കോട്ടയം മുതൽ കോട്ടയം കുമരകം ചേർത്തല ടൂറിസ്റ്റ് ഹൈവേ. ആ പദ്ധതിയോടൊപ്പം തന്നെ പിന്നെ ശബരിമല, കോട്ടയം, കുമരകം ടൂറിസം സർക്യൂട്ട് വേണമെന്ന ആവശ്യവും ഉന്നയിച്ചിരുന്നു. കുമരകം ടൂറിസ്റ്റ് കേന്ദ്രത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കൂടുതൽ ഉയർത്തുന്നതിന് ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതൊന്നും പ്രായോഗികമായി നടപ്പാക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഏറ്റുമാനൂർ 3 തവണ MLA ആണ്, 2 തവണ പരാജയപ്പെട്ടു. ആ MLA കാലഘട്ടത്തിൽ ഏറ്റുമാനൂർ എന്തെങ്കിലും വികസനം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റുമോ? ഏറ്റുമാനൂർ KSRTC ബസ് സ്റ്റാൻഡ് ഒന്നും ചെയ്യാൻ പറ്റിയായിരുന്നു. അവിടെ ഒരു മൂത്രപ്പുരം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അവിടെ ബഹുമാനപ്പെട്ട മാണിസാർ UDFന്റെ ഗവൺമെന്റ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ കുറേ വികസനങ്ങൾക്ക് അന്ന് കുറച്ചൊക്കെ റോഡുകളിലൊക്കെ ചെറിയ വികസനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുള്ളത് അപ്പുറം എടുത്തു പറയപ്പെട്ട ഒരു വികസനവും ഏറ്റുമാനൂർ MLA ആയിരുന്നപ്പോൾ നടത്താൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ MP ആയപ്പോൾ അദ്ദേഹത്തിന് നടത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് ഞാനാണ് ഏറ്റവും വലിയ മിടുക്കൽ എന്ന് പറയുന്നത്. കേരളം നേരിടുന്ന അഖിലേന്ത്യാ തലത്തിൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് വിദ്യാർത്ഥികളുടെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം അല്ലെങ്കിൽ മൈഗ്രേഷൻ. അത് തടയേണ്ടത് അന്താരാഷ്ട്ര നിലവാരം ഉള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നത് അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയൂ. അത്തരത്തിലുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അത് നടപ്പാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നത് എൻ്റെ വലിയ ഒരു ആഗ്രഹമാണ്. തൃപ്പൂണിത്തുറയിലെ ഒരു ബൈപ്പാസ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഏതാണ്ട് 32 വർഷങ്ങൾക്ക് മുമ്പ് 16 ഹെക്ടറോളം സ്ഥലം ഏറ്റെടുത്ത് അവിടുത്തെ 219ഓളം കുടുംബങ്ങൾക്ക് ഇപ്പോഴും ആ ഭൂമി ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിൽ കാര്യങ്ങൾ പോവുക. അത് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. അത് പരിഹരിക്കാം എന്നവർ സൂചിപ്പിച്ചുവെങ്കിലും
ഇതുവരെ അതിന് നടപടി ഉണ്ടായിട്ടില്ല. ശബരിമല വിമാനത്താവളം ഉൾപ്പെടെ വിമാനത്താവളത്തോടൊപ്പം തന്നെ ഒരു കോട്ടയം കുമരകം ടൂറിസം സർക്യൂട്ട് നടപ്പാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഈ കോട്ടയത്തിന് ഒരു വികസന മാസ്റ്റർ പ്ലാൻ ഞങ്ങൾ തയ്യാറാക്കിയിരുന്നു. കേന്ദ്ര പദ്ധതികൾ കൂടുതൽ നമ്മുടെ കോട്ടയത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഞങ്ങൾ നടത്തും. അത് റെയിൽവേ വികസനം സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ എയിംസ് പോലുള്ള പദ്ധതികളൊക്കെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തും. കേന്ദ്ര പദ്ധതികൾ കൂടുതൽ കോട്ടയത്തേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കും. എൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മാർക്കിടേണ്ടത് ജനങ്ങളാണ്. അത് എനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ എൻ്റെ പ്രവർത്തനങ്ങൾ തികച്ചും ജനങ്ങൾക്ക് തൃപ്തികരമായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. അദ്ദേഹത്തിന് മാർക്ക് കൊടുക്കാനേ ഇല്ല. അദ്ദേഹത്തിന് 0% മാർക്ക് എനിക്ക് കൊടുക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു MP കണ്ടിട്ടുണ്ടോ? ഫ്ലെക്സ് വെച്ച് പോകുന്ന ഒരു MP. അത് മാത്രമേ അദ്ദേഹം നടത്തിയിട്ടുള്ളൂ. അദ്ദേഹത്തിന് മാർക്ക് കൊടുക്കാൻ ഞാൻ നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. K20 ഇനി നാളെ കാണാം മറ്റൊരു മണ്ഡലവുമായി. നമസ്കാരം.